കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. വനനിയമ ഭേദഗതിക്കെതിരെ PV അൻവർ MLA. നിയമം പാസായാൽ വനം ഉദ്യോഗസ്ഥർ ഗുണ്ടകളായി മാറും. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്നതാണ് ബിൽ. വനനിയമ ഭേദഗതിയുടെ ഭീകരത അറിയാൻ ഇരിക്കുന്നതേയുള്ളൂവെന്നും PV അൻവർ പറഞ്ഞു. വന്യജീവി ആക്രമണം സ്വാഭാവിക പ്രതിഭാസമാണെന്നാണ് സർക്കാർ നിലപാട്. മനുഷ്യരെ കൊലയ്ക്ക് കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. 2013 മാധവ് ഗാഡ്ഗിൽ ബില്ലിനെതിരെ പ്രതിഷേധം നടത്തിയിരുന്നു. റവന്യൂ കൈമാറിയ ഭൂമികളിൽ വനവൽക്കരണം നടത്തി. ജനങ്ങൾ പോയി ഫോറസ്റ്റിൽ വീട് വെച്ചതല്ല, മറിച്ച് ജനങ്ങൾക്ക് ഇടയിൽ വന്ന് കാട് നിർമ്മിച്ചതാണെന്നും അൻവർ പറഞ്ഞു. മൃഗങ്ങളെ ജനവാസ മേഖലയിലേക്ക് ആകർഷിക്കുകയാണ്. ഓവാലി പഞ്ചായത്തിലെ ജനങ്ങൾ വീട് ഉപേക്ഷിക്കേണ്ടതായി വന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് അകത്തുവരെ പുലി വരുന്ന സാഹചര്യം ഉണ്ടാകും. കാർബൺ ഫണ്ടിൽ നിന്നും 10 പൈസ പോലും ജനങ്ങൾക്ക് കിട്ടിയില്ല. 10,000 ഹെക്ടർ കേരളത്തിൽ വനം വർദ്ധിച്ചു. ഭൂമി ഇവിടെ പെറ്റുപെരുകുന്നുണ്ടോ എന്നും PV അൻവർ ചോദിച്ചു. വനഭേദഗതി ബില്ലിൽ പുഴ കൂടി ഉൾപ്പെടുത്താൻ പോകുന്നു. പുഴകളെ ഫോറസ്റ്റിന്റെ ഭാഗമാക്കാൻ നീക്കം. കുടിവെള്ള പദ്ധതികളെ പോലും ബാധിക്കും. പ്രളയത്തിൽ തകർന്ന പാലം നിർമ്മിച്ചു. പക്ഷേ അതിന്റെ അപ്രോച്ച് റോഡിന് വനം വകുപ്പ് അനുമതി നൽകിയില്ല. ബിൽ മറച്ചുവെച്ച് പാസാക്കാനാണ് നീക്കം നടത്തിയത്. റോഷി അഗസ്റ്റിൻ മലയോര കർഷകരുടെ രക്ഷകനല്ലേ? എന്താണ് മിണ്ടാതിരിക്കുന്നത്? CPI മന്ത്രിമാർ പ്രകൃതി സ്നേഹികളല്ലേ? എന്താണ് മിണ്ടാത്തത് എന്നും PV അൻവർ ചോദിച്ചു. വനം വകുപ്പ് മന്ത്രിയെ മാറ്റാത്തതിലും PV അൻവർ വിമർശിച്ചു. AK ശശീന്ദ്രനെ മാറ്റി തോമസ് K തോമസിനെ മന്ത്രിയാക്കിയാൽ ഭേദഗതി ബില്ലിൽ ഒപ്പിടില്ല. അതുകൊണ്ടാണ് മന്ത്രിയെ മാറ്റാത്തത്. ക്രൈസ്തവ സമൂഹമാണ് ബില്ല് കൊണ്ട് ഏറ്റവും ദോഷം അനുഭവിക്കുന്നതെന്നും PV അൻവർ പറഞ്ഞു. ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസുകൾ തെമ്മാടിത്ത കേന്ദ്രങ്ങളായെന്നും PV അൻവർ ആരോപിച്ചു. 1 കിലോമീറ്റർ ഫെൻസിങ്ങിന് 2.5 ലക്ഷം രൂപയാണ് ചെലവാക്കുന്നത്. 15 കോടി ചെലവാക്കിയാണ് കെട്ടിടമുണ്ടാക്കിയത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ആഡംബര വണ്ടികൾ എന്തിനാണ്? UDF നേതൃത്വം ഈ വിഷയം ഏറ്റെടുക്കണം. 1972 നിയമത്തിൽ ഭേദഗതി വരണം. അതിന് കേരളത്തിൽ നിന്ന് തുടക്കമാകണം. അതിനുവേണ്ടി 2026 UDF അധികാരത്തിൽ വരണമെന്നും PV അൻവർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.